അടുക്കളയിലെ പാചകവും മറ്റു കാര്യങ്ങളും അമ്മായിയമ്മ മകന്റെ ഭാര്യയ്ക്ക് പകർന്നു കൊടുക്കണം. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഈ ഉപദേശം ഇപ്പോൾ അടുക്കളയിൽ ഒതുങ്ങാതെ ഒരു വിവാദമായി അരങ്ങത്തേക്ക് എത്തിയിരിക്കുന്നു. പലപ്പോഴും രാഷ്ട്രീയക്കാരടക്കമുള്ള ഉന്നതർക്ക് സന്ദർഭവശാൽ സംഭവിക്കുന്ന നാക്കുപിഴയായി പുരുഷാധിപത്യ സമൂഹത്തിന്റെ ചില വികലമായ കാഴ്ചപ്പാടുകൾ അടർന്നു വീഴാറുണ്ട്. ഇതും അങ്ങനെ സംഭവിച്ചതാണെന്നതിൽ ആർക്കും സംശയമൊന്നുമില്ല. കലയും പാചക പാരമ്പര്യവുമൊക്കെ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെന്ന സതുദ്ദേശത്തോടെ പറഞ്ഞതാണെങ്കിലും അതിൽ സ്ത്രീവിരുദ്ധത ഉണ്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശനമുയരുന്നത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ ജോലികളും എല്ലാവരും ചെയ്യണമെന്ന ആശയം ഇന്നത്തെ സ്കൂൾ പാഠപുസ്തകങ്ങളിലും സാമൂഹിക ചിന്തകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുരോഗമന ചിന്തയ്ക്ക് വിരുദ്ധമാണ് മുഖ്യമന്ത്രിയുടെ പരാമർശമെന്നാണ് മുൻമന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തിയത്. വെറുതെ വായിച്ചിട്ട് കാര്യമില്ല, മുഖ്യമന്ത്രി ബുദ്ധി ഒന്ന് നന്നായി കഴുകി ഉണക്കിയെടുക്കണമെന്ന ഉപദേശത്തോടെ അല്പം രൂക്ഷമായിട്ടായിരുന്നു എഴുത്തുകാരി ശാരദക്കുട്ടിയുടെ വിമർശനം. നമ്മുടെ പാരമ്പര്യങ്ങൾക്ക് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെയുണ്ട്. പാചകമാകുമ്പോൾ അതിൽ വൈദഗ്ധ്യം എപ്പോഴും സ്ത്രീക്കായിരിക്കണമെന്ന വാശി പൊതുസമൂഹത്തിനുണ്ട്. മരുമകൾ വരാൻ കാത്തു നിൽക്കണോ, അത് മകന് നേരത്തെ പഠിപ്പിച്ചു കൊടുത്താൽ പോരെ എന്നതടക്കമുള്ള കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. അടുക്കളയും പാചകവും പെണ്ണുങ്ങളുടെ മാത്രം കുത്തകയാണെന്നും മരുമകൾ വന്നാൽ അവൾക്കതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവിടുത്തെ അമ്മയുടെ കടമയാണെന്നുമുള്ള അതേ പഴയ പുരുഷാധിപത്യ ഡയലോഗാണ് മുഖ്യമന്ത്രിയും പറഞ്ഞതെന്നാണ് വിമർശനം. മക്കളെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് കരുതി അതിനെ ന്യായീകരിക്കാനും കഴിയില്ല. കാരണം പിന്നീട് അദ്ദേഹം മരുമക്കൾ എന്ന വാക്കിനു പകരം ഉപയോഗിച്ചത് മകന്റെ ഭാര്യ എന്ന സ്ത്രീലിംഗ പദമാണ്. കേരളത്തിലെ പുതിയ തലമുറയിലെ പെൺകുട്ടികളും ആൺകുട്ടികളും പഠിക്കുന്നത് അടുക്കള പണിയല്ല, മറിച്ച് അവരുടെ ഫോക്കസ് കരിയറും സ്വപ്നങ്ങളും സാങ്കേതിക വിദ്യയുമാണ്. ആൺപെൺ വ്യത്യാസമില്ലാതെ പാചകവും വീട്ടുജോലികളും എല്ലാവരും പഠിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഇത്തരം ചില ചിന്തകൾ നമ്മെ വീണ്ടും പിന്നോട്ട് കൊണ്ടുപോകുന്നത്. അമ്മമാർ ഉണ്ടാക്കുന്ന ആ പ്രത്യേക ഡിഷ് അത് മകന് കഴിക്കാനും ഉണ്ടാക്കാനും താല്പര്യമുണ്ടെങ്കിൽ അത് അയാൾ തന്നെ ചോദിച്ചു പഠിക്കട്ടെ. ഇനി മരുമകൾക്കാണ് പാചകത്തോട് താല്പര്യമെങ്കിൽ അവർ അത് ചെയ്യട്ടെ. മകന്റെ ഭാര്യയെ അത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നിടത്താണ് പ്രശ്നം. ചുരുക്കത്തിൽ അടുക്കളയിലേക്കുള്ള വഴികൾ ലിംഗപദവികളുടെ പേരിൽ അതിർത്തി തിരിക്കപ്പെടേണ്ട ഒന്നല്ല. മകനായാലും മകളായാലും അടുക്കളപ്പണി സ്വയം പഠിക്കുകയോ അതല്ലെങ്കിൽ താല്പര്യമുള്ളവർ പരസ്പരം പങ്കുവെക്കുകയോ ചെയ്യട്ടെ. വീട്ടുജോലികൾ ഏതെങ്കിലും ഒരു ലിംഗത്തിന്റെ മാത്രം ഉത്തരവാദിത്തമായി കൽപ്പിച്ചു നൽകുന്ന ആ പഴയ കാലഘട്ടത്തിന്റെ ശേഷിപ്പുകളിൽ നിന്ന് നമ്മൾ ഇനിയും മുന്നോട്ടു പോകേണ്ടിയിരിക്കുന്നു.